ഹിന്ദുക്കളുടെ കൂട്ടായ്മ വരുമ്പോൾ മാത്രം ആരും കണ്ട് ഞെട്ടിയിട്ടോ ആരും പേടിച്ചിട്ടോ കാര്യമില്ല. മുസ്ലിം കൂട്ടായ്മ ഉണ്ടപ്പോ ഇവിടെ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. ഇവിടെ ദേവസ്വത്തിന്റെ മൊത്തം പൈസ എങ്ങോട്ടാണ് പോകുന്നത്? തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ എങ്ങോട്ടാ പോകുന്നത്? സർക്കാർ ഖജനാവിലേക്ക്. ഏത് അക്കൗണ്ടിൽ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുന്ന വരുമാനത്തിന്റെ ₹1 എടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദേവസ്വം ഇതര കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ₹1 കണക്ക് പറയും. അല്ലെങ്കിൽ ആ പൈസ എവിടെ പോകുന്നു? എവിടെ പോകുന്നു? 1600ഓളം ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ പിന്നെ ഇതിന് ചെലവഴിക്കുന്നത്? അതിന് പുറത്തുള്ള പൈസ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ ആരാ നടത്തുന്നത്? SNDPയുടെയും NSSന്റെയും പ്രതിനിധികളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. NSSന്റെ മുൻ അധ്യക്ഷൻ N ഭാസ്കരൻ നായർ, സുഭാഷ് വാസു, ഇപ്പോൾ നിങ്ങളുടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ആള് MP ശ്രീകുമാർ, ദേവസ്വം ചെയർമാൻ SNDP യോഗത്തിന്റെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തുഷാർ വെള്ളാപ്പള്ളി. ഇത് കോൺഗ്രസും CPM-ഉം ലീഗും കേരള കോൺഗ്രസും BJP-യും ആണോ ഭരിക്കുന്നത്? അല്ലല്ലോ. അല്ല, ഇത് ഭരിക്കുന്ന സമുദായ സംഘടനകൾ തന്നെയാണല്ലോ. ശ്രീ ഭാർഗവറാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വരുന്ന പണം മറ്റേതെങ്കിലും മതസ്ഥാപനങ്ങളുടെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നത്? ഹിന്ദു ക്ഷേത്ര വിശ്വാസികൾ എന്ന് പറയുന്നത് റിലീജിയസ് ഡിനോമിനേഷൻ, അവരുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരിക്കേണ്ടത്. അവരാണ് അല്ല, അവരെങ്ങനെയാണ് ഭരിക്കുന്നത്? ആരാണ്? അല്ലല്ല, സുഭാഷ് വാസു ആരാണ്? ഞാൻ MP ശ്രീകുമാർ ആരാണ്? രാമൻ നായർ ആരാണ്? N ഭാസ്കരൻ ആരാണ്? ഉപേന്ദ്രനാഥ് ആരാണ്? ജനപ്രതിനിധികൾ എങ്ങനെയാണ് റിലീജിയസ് ഡിനോമിനേഷന്റെ പ്രതിനിധികളാവുന്നത്? ഒരിക്കലുമല്ല. ഹിന്ദു. ശരി, ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. ആ വാദം അംഗീകരിച്ചാൽ ആരാണ് പട്ടിക കൊടുക്കുന്നേ? ആരാണ് പട്ടിക കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളിയും സുഭാഷ് വാസുവും ഇത്രമാത്രം ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പുലഭ്യം പറഞ്ഞിട്ട് രാജിവെച്ചൊഴിയാൻ തയ്യാറായിട്ടില്ല. സർക്കാരിന് ആനുകൂല്യം പറ്റി ഇപ്പോഴും ഇരിപ്പുണ്ട് SNDPയുടെ പ്രതിനിധികൾ. എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്? ക്ഷേത്രത്തിനെ കക്ഷത്തിൽ വെച്ച് നിങ്ങൾ നക്കാപ്പിച്ച ഇന്ന ഒരു ദേവസ്വം ബോർഡ് മെമ്പർ, ഇന്ന കുറച്ച് പോസ്റ്റുകൾ ഇങ്ങനെ കൊടുക്കാൻ നിങ്ങൾ എന്തിനാ കയ്യിൽ വെക്കുന്നത്? സർക്കാരിന് എന്തിനു വാങ്ങുന്നു? അല്ല, SNDP എന്തിനു വാങ്ങുന്നു? ഇതുവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, അതുകൊണ്ട് തന്നെ വാങ്ങുന്നത്. അല്ല, ഇത് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ പറയണ്ടേ ഇത് വേണ്ട, ഞങ്ങൾക്ക് ഭരണത്തിൽ പൂർണ്ണ അവകാശം ഇല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറയണ്ടേ? ഈ സാധനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം. ദേവസ്വം ബോർഡിൽ ക്ഷേത്ര വരുമാനത്തിന്റെ ഒരു തുക പോലും ഇതര മതങ്ങൾക്ക് വീതം വെക്കുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് MLA-മാരാക്കുന്നു, അവർ മന്ത്രിമാരാകുന്നു, അവർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നു. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ദേവസ്വം ബോർഡ് ഭരിക്കേണ്ട ജനപ്രതിനിധികളല്ല. എങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ പ്രതിനിധികളാകുന്നത് എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ടത്? ഇല്ല, ഞങ്ങൾ ഹിന്ദുക്കളുടെ പ്രതിനിധികളാകുന്നത് ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം വേണമെന്ന് പറഞ്ഞത്. ആര് തിരഞ്ഞെടുക്കും? 100% തെരഞ്ഞെടുക്കാനുള്ള സംവിധാനം വേണമെന്നാണ് സഹോദര പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ശിവൻ വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡോട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹിന്ദു ഇലക്ട്രൽ പൂൾ ഉണ്ടാകണമെന്നാണ്. നിങ്ങളില്ലാതെ 16 ദേവസ്വം ബോർഡ് പ്രതിനിധികളെ നിയമിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആയിക്കോട്ടെ, ഈ സാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കാനും ചൊൽപ്പടിക്ക് നിർത്താനും വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാങ്ങാൻ പോയി. നൂറ്റാണ്ടുകാലം വാങ്ങി. ഞാനടക്കമുള്ള ഭക്തർ ആണ് അമ്പലങ്ങളിലേക്ക് ദക്ഷിണയായിട്ടും വരുമാനം ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഭിപ്രായം പറയുക? ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നിങ്ങളെ ഞങ്ങൾ ഒരിക്കൽ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.